Hi everyone, welcome to my YouTube channel. It's me Ammar Zain here. ഞാനിപ്പോൾ നിൽക്കുന്നത് ദമാമിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഇൻഡോർ പാർക്കായ ടോയ് ടൗണിൻ്റെ മുന്നിലാണ്. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് പോയി നോക്കിയാലോ? ലെറ്റ്സ് ഗോ. പാർക്കിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണിത്. ഓൾഡസ്റ്റ് ഇൻഡോർ പാർക്ക് എന്ന് പറയാനുള്ള കാരണം ഇത് 1980s തുടങ്ങിയതാണ്. മെയിൻ ഡോറിലൂടെ അകത്തെത്തിയാൽ നമുക്ക് ഒരുപാട് റൈഡ്സുകൾ കാണാൻ കഴിയും. ഫാമിലീസിനൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പാർക്കാണ്, എസ്പെഷ്യലി ഈ ഒരു സമ്മർ ടൈമിൽ. ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് ആഫ്റ്റർനൂൺ മുതൽ നൈറ്റ് 10 വരെയാണ്. ഇതൊരു പെയ്ഡ് പാർക്കാണ്. 40 റിയാലാണ് ഒരു കുട്ടിക്ക് വരുന്നത്. ചെറിയ കുട്ടികൾക്ക് ഡിസ്കൗണ്ട് ഒക്കെ നൽകുന്നുണ്ട്. ഇവിടുത്തെ ചില റൈഡ്സുകളിലൊന്നും ചെറിയ കുട്ടികൾ അലൗഡ് അല്ല. അതിൻ്റെ ഇടയിൽ പുഷ്പസ് കണ്ട ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതി പോയി നോക്കിയപ്പോൾ അത് വർക്കിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് വീഡിയോ ഗെയിംസും 4D സിനിമാസും ഒക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ ഫുഡ് ആൻഡ് സ്നാക്സ് ലൈക്ക് പോപ്കോൺ, ജ്യൂസ് ഒക്കെ അവൈലബിൾ ആണ്. കുട്ടികൾക്ക് വേണ്ട ഒരുപാട് റൈഡ്സുകൾ ഉണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഫൺ വൈബാണ്. ഈവനിങ്ങിൽ പേരൻസ് കുട്ടികളായിട്ട് വന്നാൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാം. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് ഔട്ട്ഡോറിൽ കളിക്കാന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് ഇപ്പോൾ. ആഴ്ചയിൽ ചില ദിവസങ്ങളിൽ എന്തൊക്കെയോ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഐ തിങ്ക് മൺഡേ ആണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, കുട്ടികൾക്ക് ട്രംബോളിന് നല്ല ചാടിക്കളിയാണ്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ സ്പേസ് ആണിത്. അതിനിടയിൽ പേയ്മെന്റ് ഒക്കെ ചെയ്ത് നമുക്കും കാർഡൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ ആദ്യം പോകുന്നത് ഈ കാർട്ട് ഓടിക്കാനാണ്. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അന്നൂസിന് ഒറ്റക്ക് ഓടിക്കണം എന്ന് പറഞ്ഞേ. പക്ഷെ ചെറിയ കുട്ടി ആയതുകൊണ്ട് ഇൻസ്ട്രക്ടർ സമ്മതിച്ചില്ല. ഒരു വിധം പറഞ്ഞ അവൻ എൻ്റെ കൂടെ കയറി. അങ്ങനെ കുറച്ചു നേരം കാർട്ട് ഓടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ കാർട്ട് ഓടിക്കുന്നത്. കാർട്ട് ഒറ്റക്ക് ഓടിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇറങ്ങിയതിന് ശേഷമുള്ള അന്യൂസിന്റെ കട്ട കരിപ്പാണ് നിങ്ങൾ കാണുന്നത്. പിന്നീട് ഞങ്ങൾ ഈ ഷാർക്ക് റോളർ കോസ്റ്ററിലാണ് കയറിയത്. കയറിയപ്പോൾ വലിയ സുഖമുണ്ടായിരുന്നു. മെല്ലാണ് പോയിൻ്റെത്. പക്ഷെ പിന്നെ നല്ല നല്ല സ്പീഡിൽ വരാൻ തുടങ്ങിയിട്ടാണ്. അപ്പൊ പിന്നെ സംഭവം സെറ്റായി. അതിൻ്റെ ഇടയിൽ ഇപ്പൊ സ്വീറ്റ് കോൺ വാങ്ങിക്കാണ്ട് ഞങ്ങൾ അങ്ങനെ കൊതിപ്പിക്കാണ്. പിന്നെ പോയത് ഈ ബോട്ടിൽ കയറാനാണ്. അന്യൂസും താനും ഇത് നല്ലോണം എൻജോയ് ചെയ്തു. കുറച്ച് ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ വെള്ളം മൊത്തം നമ്മുടെ മേലാകും. അതാണ് ഹൈലൈറ്റ്. ഇവര് രണ്ടാളി നോക്കാനുള്ളത് കൊണ്ട് തന്നെ എനിക്കിത് വല്ലാണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അടുത്തത് നമ്മൾ ഈ ഫ്ലവർ സ്പിന്നിലാണ് കയറിയത്. ഇതിൽ ചെറിയ മക്കൾ അലൗഡ് അല്ല. പിന്നെ അന്യൂസിന്റെ കരച്ചിൽ കണ്ട് നമ്മുടെ റിസ്കിൽ കയറ്റി. പിന്നെ ഞങ്ങൾ ഈ ഒരു റൈഡിലാണ് കയറിയത്. ഇത് സംഭവം ഒരു സ്വിങ് പോലെയാണ്. സംഭവം അടിപൊളിയാണ്. ഈ ഷിപ്പ് മോഡുള്ള റൈഡ് അടിപൊളിയാണ്. നമ്മളെ തല കീയാക്കി മറക്കുന്ന പോലെ ഫീൽ ചെയ്യും. കുഞ്ഞു കുട്ടികൾ ഇതിൽ കയറ്റണില്ല കേട്ടോ. ഷിപ്പിൽ കയറ്റാതെ സങ്കടം തീർക്കാൻ വേണ്ടി അന്നൂസും താനും ട്രെയിനിൽ കയറി. ഇത് ചെറിയ കുട്ടികൾക്കുള്ളതാണ്. നല്ല രസമാണ് വരി വരിക്കായിട്ട് പാളത്തിലൂടെ ഇങ്ങനെ വരുന്നത് കാണാൻ. ഇതിനിടയിൽ അമ്യൂസ് കാണാതെ ഞങ്ങൾ ഈ ഒരു റൈഡിലും കൂടി കയറി. പിന്നെ എയറോപ്ലെയിൻ മോഡലുള്ള സ്പിന്നിലാണ് കയറിയത്. വലിയൊരു സ്പീഡൊന്നും ഇല്ല, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. പിന്നെ അവിടുന്ന് നേരെ സൈക്കിൾ ചവിട്ടാൻ കയറി. ഇതൊരു അടിപൊളിയാണ്.
കുതിരപ്പുറത്ത് കയറി. മൊത്തത്തിലൊരു ഫൺ മൂഡാണ്. അതിനുശേഷം കുറച്ചും കൂടെ വലിയ ഈ കാർട്ട് ഓടിക്കാൻ പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. കണ്ടു നിന്ന് ഇപ്പച്ചിറങ്ങി ഓടിക്കാൻ തുടങ്ങി. മില്ലേനിയൻസ് ആണെങ്കിലും ജെൻസി വൈബാണ് ഒരു. ഇതിനിടയിൽ അമ്യൂസ് വേറെ വണ്ടിയിലൊക്കെ കയറി നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വർക്കിംഗ് അല്ല. അപ്പോഴാണ് അവൻ അലാവുദ്ദീനും അത്ഭുതവിളക്കും കണ്ടത്. ഓനവരോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അവസാനം അമ്യൂസിന്റെ ആഗ്രഹം സാധിച്ചു. സ്വന്തമായി കാർട്ട് ഓടിക്കാൻ അനുവാദം കിട്ടി. അവൻ ആ സന്തോഷത്തിലാണ്. ആദ്യം അവനൊരു ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല. സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുന്നുണ്ട്. പിന്നെ നല്ല ഫോമിലായിരുന്നു ആശാൻ. കുറച്ചു നേരം വണ്ടി ഓടിച്ചപ്പോ അമ്യൂസ് ഹാപ്പിയായി. കുറച്ചു നേരം ട്രംബോളിൽ സ്പെൻഡ് ചെയ്ത് ഞങ്ങളെ സമയം തീർന്നു. ഈവനിങ് 4 മണി മുതൽ 10 മണി വരെയാണ് ഇവിടുത്തെ സമയം. ഇതിനിടയിൽ നമുക്ക് ഇഷ്ടമുള്ള റൈഡിന് നമുക്ക് ഇഷ്ടമുള്ള സമയം സ്പെൻഡ് ചെയ്യാം. ഇത് നല്ലൊരു ഓപ്ഷനായി തോന്നി. അപ്പൊ നമ്മൾ ഹാപ്പിയാണ്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. സൈനിങ് ഓഫ് അമ്മാസേ.